അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ 4x ബൈ സൈൻ 2x വാല്യൂ വേണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. സോ നമ്മളിവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ്. സോ ഈ ഒരു റിസൾട്ട് നമ്മൾ അപ്ലൈ ആണ്. കാരണം സൈൻ്റെ ആംഗിളിൽ ഏത് വരുന്നു എക്സ് ആണെങ്കിൽ താഴെ എന്ത് ചെയ്യുക, അതേ ടീം എക്സ് തന്നെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉള്ളത് സൈൻ 4x ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആംഗിൾ എക്സിൻ്റെ വാല്യൂ 4x ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ അതേ 4x വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ 4x നമ്മൾ എന്ത് ചെയ്തു, ഒരു 4x കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഇൻറ്റു ഒരു 4x ചെയ്തു. ഇനി താഴെ നോക്കുകയാണെങ്കിൽ സൈൻ 2x ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഈ ആംഗിൾ കിടക്കുന്ന 2x കൊണ്ട് അതേപോലെ ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ എന്ത് ചെയ്യുക, വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കണ്ടേ ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ 4x ബൈ എക്സ് എന്ന് വെച്ചാൽ എക്സ് ബൈ എക്സ് ഫോം ആണ്. സോ ഇതിൻ്റെ വാല്യൂ എന്തായിപ്പോൾ 1 ആയിപ്പോൾ. താഴെ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൈൻ 2x ബൈ എക്സ് എന്ന് വെച്ചാൽ സൈൻ എക്സ് ബൈ എക്സ് ഫോം ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എന്തായിപ്പോൾ 1 ആയിപ്പോൾ. ബാക്കിയുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് 0 4x ബൈ 2x ആണ്. ഇതിന് എക്സ് കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി 4/2 വാല്യൂ 2 എന്ന് വരും. അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 ടാൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ. സോ ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. കാരണം ഇത് റിസൾട്ടാണ്. നമ്മുടെ എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1, അതുപോലെ തന്നെ ടാൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, 1 ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസർ 1 ആണ്. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1/2 32x⁵ മൈനസ് 1/2x മൈനസ് 1 വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് തീറ്റ ടെൻസ് 0 ടാൻ തീറ്റ ബൈ എം ബൈ തീറ്റ ആണെങ്കിൽ അതിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ നമുക്ക് നോക്കാം ആൻസർ. സോ നമ്മൾ ആൻസറിലേക്ക് വരികയാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ വേണ്ട ഇവിടെ വേണ്ട ഒരു 32x⁵ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, അവിടെ 32നെ 2⁵ എന്ന് എഴുതാം. അപ്പോൾ 2⁵ ഇൻറ്റു x⁵ ആണ് എന്ത് ചെയ്യുക, അത് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ 2x⁵ എന്ന് എഴുതാം. കാരണം ആ ടൈം മാറ്റി 2x⁵ മൈനസ് 1 താഴത്തെ 2x മൈനസ് 1 അതുപോലെ. ഇനി റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ തീറ്റ ടെൻസ് 0 ടാൻ തീറ്റ ബൈ തീറ്റ എന്ന് മാത്രമേ ഉള്ളൂ, ടാൻ തീറ്റ ബൈ തീറ്റ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ തീറ്റ ടെൻസ് 0 ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ടാൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇവിടെ ആംഗിൾ തീറ്റ ബൈ എം ആണ്, പക്ഷെ ഇവിടെ തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ബൈ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ എന്ത് ചെയ്യുക, വാല്യൂവിന് വ്യത്യാസം വഹിക്കൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഇൻറ്റു എമ്മും ചെയ്തു. അപ്പോൾ എന്തായി പോകും, ബൈ തീറ്റ തന്നെയാണ് ഇവിടെ. സോ നോക്കുകയാണെങ്കിൽ ടാൻ തീറ്റ ബൈ എം ബൈ ഇത് തീറ്റ ബൈ എം എന്ന് വരും. നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1/2 2x⁵ മൈനസ് 1/2x മൈനസ് 1 ആണ്. സോ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന ഫോം എ എന്നാണ് x⁻n മൈനസ് a⁻n ബൈ എക്സ് മൈനസ് എ ഫോമാണ്. 2x മൈനസ് 1 താഴെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ 5 എഴുതി കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. സോ ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ n a⁻n ആണ്. അപ്പോൾ n ൻ്റെ വാല്യൂ 5, n ൻ്റെ വാല്യൂ 5 n എയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, 1 ചെയ്ത് വന്നാൽ എന്ത് തന്നെ ആയിരിക്കും, അത് തന്നെ ആയിരിക്കും. സോ 5 × 1 = ഇനി റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അതാണ്ട് ലിമിറ്റ് തീറ്റ ടെൻസ് 0 ടാൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1. അപ്പോൾ നമ്മൾ ഇത്രയും ടൈം എന്തായിപ്പോയി, 1 ആയിപ്പോയി. ബാക്കിയുള്ളത് ഒരു 1/m ആണ്. സോ ബാക്കി 1/m അതുപോലെ. സോ അതാണ്ട് 5 = 1/m എന്ന് നമുക്ക് വേണം. അതിന് എമ്മിൻ്റെ വാല്യൂ ആണ്, അതിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ 1/5 ആയിരിക്കും. അടുത്തത് 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ 3x ബൈ സൈൻ 2x ആണ്. സോ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ അത് ചെയ്തതാണ്. അതായത് എന്ത് ചെയ്യുക, സൈൻ എക്സ് ബൈ എക്സ് ഫോം ആക്കുക. സോ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ എന്താണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, സൈൻ 3x ബൈ 3x ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിപ്പോൾ 1 ആയിപ്പോൾ. സോ എന്ത് ചെയ്യുക, ഇവിടെ ഒരു 3x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, 3x കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി അതേ 3x കൊണ്ട് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഒരു 3x എന്ന് വരും. സോ അവിടെ താഴെ ഉള്ളത് സൈൻ 2x ആണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, സൈൻ എക്സ് ബൈ എക്സ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു 2x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ മേളിൽ പോയി കഴിഞ്ഞാൽ a/b ഫോം അല്ലേ. അപ്പോൾ ഇത് മേളിൽ പോയി കഴിഞ്ഞാൽ 2x ബൈ സൈൻ എക്സ് എന്ന് വരും. നമ്മളിവിടെ സൈൻ 2x കൊണ്ട് എന്ത് ചെയ്താൽ ഇതിനെ ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതേ 2 കൊണ്ട് ഇവിടെ ഇൻറ്റു ഒരു
2x കൂടി ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇൻറ്റു 2x എന്നും കൂടെ വരും. ഓക്കെ, ആ 2x ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോം കിട്ടി. ഇവിടെ നിന്നാണ് എക്സും കട്ടായി പോയി ബാക്കി ടൈം വഴി കൊടുത്തിരുന്നത്. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ലിമിറ്റ് sin 3x/3x ആണ്, sin x/x ഫോമാണ്. സോ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ബാക്കിയുള്ള ഇവിടെ എന്ത് തന്നെ ആയിരിക്കും, sin 2x/2x ആണ്, അതിൻ്റെ വാല്യൂ എന്തായി പോവും, 1 ആയി പോവും. അതിൽ ബാക്കിയുള്ളത് 3/2 ആണ്. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 3/2 എന്നായിരിക്കും. അടുത്തായിട്ട് 52ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x ടെൻസ് 0 tan x മൈനസ് sin x/x³ ആണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ നോക്കാം. അപ്പോൾ ആൻസറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇതാണ്ട് ലിമിറ്റ് x ടെൻസ് 0, അതുപോലെ ബാക്കി tan x ഒന്ന് മാറ്റുകയാണ്, അതായത് sin/cos എന്ന് എഴുതാം. tan x-ൻ്റെ വാല്യൂ sin/cos ആണ്. സോ എന്ത് ചെയ്യുക, sin x/cos x മൈനസ് sin x, അതുപോലെ താഴെ ഒരു x³ ഉണ്ട്. ഇനി എന്താണ് ഈ sin x-ൻ്റെ ഇടയിൽ 1 കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ മേളിലൊന്ന് ക്രോസ് ചെയ്യാണ്. സോ താണ്ടെ sin x × 1 വാല്യൂ sin x, cos x × sin x എന്ന് പറയുമ്പോൾ sin x cos x എന്ന് വരും. താഴെ ഇനി cos x × 1 ഉണ്ട്, അതിൻ്റെ വാല്യൂ cos x ആണ്. ഇനി ഹോൾ ബൈ x³ ഉണ്ടായാലും എന്ത് ചെയ്യുക, അത് താഴെ വന്ന് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ x³ എന്ന് വരും. സോ ഇനി മേളിൽ നമുക്ക് ഇവിടെ sin x ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു sin x ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടൈമിൽ നിന്നൊരു sin x കോമൺ എടുത്തു കഴിഞ്ഞാൽ sin x നിന്ന് sin x എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1ഉം, ഇവിടെ sin x × cos x ആണ്, അതിൽ നിന്നൊരു sin x കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി cos x ഉള്ളൂ. സോ sin x × 1 - cos x എന്നൊരു മുകളിൽ, താഴത്തെ cos x × x³ അതുപോലെ. വീണ്ടും നല്ല sin x, അതുപോലെ വീണ്ടും 1 - cos x-ൻ്റെ വാല്യൂ 2 sin² x/2 ആണ്. അത് ഇക്വേഷൻ ആണ്. മൈനസ് ആണെങ്കിൽ സൈൻ വരും, പ്ലസ് ആണെങ്കിൽ കോസ് വരും. ഇവിടെ 1 - cos x ആയതുകൊണ്ട് 2 sin² x/2 എന്ന് വരും. താഴെയുള്ള cos x ഇൻറ്റു ഈ x³ സ്പ്ലിറ്റ് ചെയ്യുന്നു, x × x² എന്ന് രണ്ടായിട്ട് മാറ്റി എഴുതി. സോ ഇനി നമ്മൾ കണ്ടേ ഇത് പല ടൈമായിട്ട് മാറ്റുകയാണ്. അതായത് ആദ്യം sin x/x ഒരു ടൈം. കാര്യം എന്ന് വെച്ചാൽ ലിമിറ്റ് x ടെൻസ് 0 ആണ്, എന്തായിരിക്കും, sin x/x-ൻ്റെ വാല്യൂ 1 ആയിരിക്കും. ബാക്കി ഇവിടെ 2/cos x ഉണ്ട്, അതായത് ടൈമായിട്ട് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് sin² x/2ഉം താഴെ ഒരു x² ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ട് ടൈമിന് സ്ക്വയർ ഉള്ളത് എന്ത് ചെയ്യുക, അതിന് സ്ക്വയർ നമ്മൾ ഹോൾ സ്ക്വയർ കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് sin x/2/x ഹോൾ സ്ക്വയറിന് കൊടുത്തു. സോ ഈ ടൈമിൻ്റെ വാല്യൂ 1 ആയിപ്പോയി. ഇതിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ sin x/x ഫോം ആക്കണം. അതിനോട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു sin x/2 ഉള്ള, താഴെ എന്ത് വരണം, ഒരു x/2 എന്ന് വരണം. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു ഡിനോമിനേറ്ററിനെ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ വ്യത്യാസം വരാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇനി ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വെച്ചാൽ ആക്ച്വലി ഇവിടെ സ്ക്വയർ എടുത്തേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അകത്ത് ഒരു 1/4 വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, പുറത്തൊരു 4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഡിനോമിനേറ്ററിനെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പുറത്ത് വാല്യൂ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി. സോ നോക്കുകയാണെങ്കിൽ ഈ sin x/x-ൻ്റെ വാല്യൂ 1 ആയിപ്പോയി. ബാക്കി ഇവിടെ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ എന്ത് വരും, 2/cos x എന്ന് വരും, cos 0 എന്നാണ് വരിക. സോ cos 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ ടൈം പോയിട്ട് ബാക്കി ഇവിടെ എന്ത് വരും, 2 എന്ന് വരും. ബാക്കി ഇതിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. sin x/x-ൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് 1² 1 തന്നെയാണ്. ബാക്കി ഒരു 1/4 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, 2 × 1/4 എന്ന് വരും. സോ അതിൻ്റെ വാല്യൂ കട്ട് ചെയ്യുകയാണെങ്കിൽ 1/2 എന്ന് കിട്ടും. അതാണ് ആൻസർ. അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്. ലിമിറ്റ് x ടെൻസ് 0 sin x/x × 1 + cos x ആണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സോ എന്ത് ചെയ്യുക, sin x-ന് പോലെ നമ്മളിതാ 2 sin x/2 cos x/2 എന്ന് കൊടുത്തു. അതിൻ്റെ വാല്യൂ ആണ്, അത് ഇക്വേഷനാണ്, പഠിച്ചു വെച്ചേക്കുക. sin x എന്ന് വെച്ചാൽ 2 sin x/2 cos x/2 ആണ്. താഴത്തെ ഇൻറ്റു x, അതുപോലെ വീണ്ടും 1 + cos x-ന് നമുക്ക് എന്ത് കൊടുക്കാം, 2 cos² x/2 എന്ന് കൊടുക്കാം. പ്ലസ് ആയതുകൊണ്ട് കോസ് വരും, മൈനസ് ആണെങ്കിൽ സൈൻ നേരത്തെ പറഞ്ഞിരുന്നു. 1 + cos x-ൻ്റെ വാല്യൂ 2 cos² x/2 ആണ്. ഇത് നിങ്ങൾ ഇവിടെ നിന്നാണ് ഈ 2ഉം ഈ ഒരു 2ഉം കട്ടായി പോവും. ബാക്കി ഒരു cos x/2 ഉണ്ട്, താഴെ ഒരു cos² x/2 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സ്ക്വയറും ഈ ഒരു ടേമും കട്ടായി പോയി. ബാക്കിയുള്ളത് ഒരു 1/x ഉണ്ട്, ഒരു x ഒക്കെ കിടപ്പുണ്ട്. ബാക്കി 2 ഞാൻ പറയാം. പിന്നെന്ന് വെച്ചാൽ sin x/2/cos x/2 ഉള്ളത്. sin/cos-ൻ്റെ വാല്യൂ എന്താണ്, tan ആണ്. അപ്പോൾ എന്ത് കൊടുക്കാം, അവിടെ tan x/2 എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അതാണ്ട് ലിമിറ്റ് x ടെൻസ് 0 tan x/x-ൻ്റെ വാല്യൂ 1 ആണ് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ആ ഒരു ഫോമിലേക്ക് ആക്കാൻ വേണ്ടി ഇവിടെ tan x/2 താഴെ x മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ x/2 ഉള്ളത് എന്ത് ചെയ്യുക, ഇവിടെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ വാല്യൂ വ്യത്യാസം വരിക എന്ത് ചെയ്യണം, ഇൻറ്റു ഒരു 2 ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 1/2 ആണ് എന്ത് ചെയ്തത് പുറത്ത് വെച്ച് ഇവിടെ 1/2 ആക്കിയിരിക്കുന്നത്.
സോ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ടേമിൻ്റെ വാല്യൂ 1 ആയിപ്പോയി. ടാൻ എക്സ് ബൈ എക്സ് ഫോം ആകുമ്പോൾ ആ വാല്യൂ 1 ആയിപ്പോയി. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു 1/2 മാത്രമേ ഉള്ളൂ. സോ ആൻസർ 1/2 ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് 62ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ചോദ്യം ഇതാണ്, ലിമിറ്റ് എക്സ് ടെൻസ് 0 e3x - 1 എക്സിൻ്റെ വാല്യൂ വേണ്ടേ. സോ ആൻസർ നോക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന റിസൾട്ട് ഇതാണ്, ലിമിറ്റ് എക്സ് ടെൻസ് 0 e3x - 1 എക്സിൻ്റെ വാല്യൂ 1 ആണ്. സോ അതാണ് ഇയുടെ പവർ എക്സ് വരികയാണെങ്കിൽ ആ ടേം ഏതാണോ പവർ വരുന്ന അതേ ടേം താഴെ വേണം, അതിൽ മൈനസ് ചെയ്യാം. സോ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ലാസ്റ്റ് ആൻസർ നമുക്ക് 1 ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, ഇയുടെ പവറിൽ 3x ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യേണ്ടതും 3x കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു 3യുടെ കുറവുണ്ട്. സോ എന്ത് ചെയ്യുക, നമ്മുടെ ഡിനോമിനേറ്ററിനെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, അതേ 3 കൊണ്ട് മേളിലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്ത് വരും ഇവിടെ, ഇനി നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ e3x - 1 3x എന്നാണ് താഴെയുള്ളത്. സോ ഇതിൻ്റെ വാല്യൂ 1 ആയിപ്പോയി. ബാക്കി ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ. സോ അതിന് ആൻസർ 3 ആയിരിക്കും. അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2x² + 3x - 5 ആണ്. സോ എക്സിൻ്റെ വാല്യൂ -1 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് നമുക്ക് വേണ്ടത്. സോ ഇതിൽ ചെയ്തേക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ +1 പഠിച്ച മെത്തേഡാണ്. അത് നമ്മളൊരു ഡെഫിനേഷൻ വെച്ചൊരു ഇക്വേഷൻ വഴിയെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു മെത്തേഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാര്യം നമുക്കിപ്പോൾ ആൻസർ കിട്ടിയാൽ മതി. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു മെത്തേഡ് പോകാതെ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക. അതായത് 2x² ഡെറിവേറ്റീവ് 2 × x² എന്തെന്ന് വരും, അത് 2x എന്ന് വരും. ബാക്കി ഒരു പ്ലസ്, ബാക്കി 3x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3 × x 1 ആണ്. അപ്പോൾ +3 - 5 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ 2 × 2x വാല്യൂ 4x എന്ന് വരും. ഓക്കെ, 4x പ്ലസ് അടുത്തത് 3 എന്നാണ് വരിക ഡെറിവേറ്റീവ്. നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവ് അറ്റ് x = -1 അല്ല വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സിന് പകരം -1 എന്ന് കൊടുക്കുക. അപ്പോൾ -1 × 4 -4 + 3 എന്ന് വരും. അതിൻ്റെ ആൻസർ -1 ആയിരിക്കും ആൻസർ. അടുത്തത് 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 3 ആണ്. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോഴും എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് വേണ്ടത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. സോ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം ഡെറിവേറ്റീവിൽ എക്സിന് ടൈംസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിൻ്റെ വാല്യൂ ഏതായാലും എക്സിന് നമ്മൾ 0 കൊടുത്താലും 3 കൊടുത്താലും എന്ത് കൊടുത്താലും എന്തായിരിക്കും, ഡെറിവേറ്റീവ് എല്ലായ്പ്പോഴും 0 തന്നെ ആയിരിക്കും. സോ ആൻസർ 0 ആയിരിക്കും ആൻസർ. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. പിന്നെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ നമ്പർ ക്ലിയർ അല്ല അതിനകത്ത്. സോ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ x + 1/x ആണ്. നമുക്ക് വേണ്ടത് f' ആണ്, ഡെറിവേറ്റീവ് വേണം. സോ ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ എന്ത് ചെയ്യുക, ആൻസർ 1 എന്ന് വരും, നടുക്ക് പ്ലസ് ആണ്. അടുത്തത് 1/x ആണ്. 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. ഒന്ന് കാണാതെ പഠിച്ച് വെച്ചേക്കുക. അതായത് എക്സിന് നമുക്ക് എഴുതാം, മേളിൽ വന്നു കഴിഞ്ഞാൽ x⁻⁻1 എന്ന് വരും. ഇപ്പോൾ x⁻n ഫോം ആണ്. ഇനി എന്ത് ചെയ്യുക, x⁻n ഡെറിവേറ്റീവ് nx⁻n-1 ആണ്. ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, -1/x² എന്ന് കിട്ടും. സോ ആൻസർ 1 - 1/x² ആയിരിക്കും. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് y = f of x = -cosec x × cos x. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ -cosec x × cos x ആണെങ്കിൽ നമുക്ക് dy/dx at x = π/2 വാല്യൂ വേണ്ടേ. സോ ആൻസർ നോക്കാം. അപ്പോൾ ആൻസറിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, y = -cosec x × cos x. നമ്മൾ സ്പ്ലിറ്റ് മാറ്റുകയാണെങ്കിൽ എന്താ, cosec x നമുക്ക് എങ്ങനെ എഴുതാം, 1/sin x എന്ന് എഴുതാം. സോ എന്ത് ചെയ്യാം, -cosec x പകരം 1/sin x × cos x അതുപോലെ. സോ എന്ത് കിട്ടി, നമുക്ക് -cos x/sin x എന്ന് കിട്ടി. നോക്കുകയാണെങ്കിൽ ഇവിടെ cos/sin വാല്യൂ എന്താണെന്ന് വെച്ചാൽ കോട്ടാണ്. അപ്പോൾ എന്ത് കൊടുക്കാം, cos x/sin x വാല്യൂ -cot x എന്ന് വരും. ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി, ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതായത് മൈനസ് പുറത്ത് വെച്ചു,
ബാക്കി അകത്ത് കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. സോ എന്ത് ചെയ്യുക, ഈ മൈനസും പ്ലസ് ആയിട്ട് വരും. സോ എന്ത് കിട്ടും, കൊസീക് സ്ക്വയർ എക്സ് എന്ന് വരും. നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു π/2 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, കിട്ടിയ ആൻസറിൽ എക്സിന് പകരം π/2 എന്ന് കൊടുക്കുക. അപ്പോൾ കൊസീക് സ്ക്വയർ π/2 എന്ന് വരും. ഇനി നമുക്ക് കൊസീക്ക് π/2ന്റെ വാല്യൂ വേണം. അപ്പോൾ കൊസീക്കിന്റെ ഡെറിവേറ്റീവ് റെസിപ്രോക്കൽ സൈൻ ആണ്. അപ്പോൾ എന്ത് നോക്കുക, ആദ്യം സൈൻ നോക്കുക, സൈൻ π/2ന്റെ വാല്യൂ നോക്കുക. സൈൻ π/2 വെച്ചാൽ സൈൻ 90ന്റെ വാല്യൂ 1 ആണ്. സോ എന്ത് ചെയ്യുക, അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക വീണ്ടും. അപ്പോൾ എന്ത് ചെയ്യും, 1/1 1 തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും, കൊസീക് π/2ന്റെ വാല്യൂ 1 തന്നെ ആയിരിക്കും. സോ 1 സ്ക്വയറിന്റെ വാല്യൂ 1 എന്ന് കിട്ടും ആൻസർ. അടുത്തത് 92ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ y ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് എങ്കിൽ നമുക്കിതിൻ്റെ ഡെറിവേറ്റീവാണ് വേണ്ടേ. സോ ആൻസർ നോക്കാം. അപ്പോൾ ആൻസറിലേക്ക് വരുമ്പോൾ എന്താണ്ടേ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു, y ഈക്വൽ ടു എക്സ് ടാൻ എക്സ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ഫംഗ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ എക്സും രണ്ടാമത്തെ ഫംഗ്ഷൻ ടാൻ എക്സും ആണ്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് അവിടെ എന്ത് ചെയ്യുക, നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്. അപ്പോൾ അതേ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് വെച്ചാൽ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ടാൻ എക്സ് ആണ്. അതേ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. സോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് ആണ്, നടുക്ക് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ ടാൻ എക്സ് ഇൻറ്റു 1 എന്ന് വരും. നമ്മൾ എക്സ് ഇൻറ്റു ഇതാണ് ഈ സീക്ക് സ്ക്വയർ എക്സ് എന്ന് മാറ്റുകയാണ്. സീക്ക് സ്ക്വയർ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, 1/cos എക്സ്. സീക്ക് എന്ന് വെച്ചാൽ 1/cos ആയതുകൊണ്ട് എന്തായിരിക്കും, സീക്ക് സ്ക്വയർ എക്സിനെ 1/cos സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ x/cos സ്ക്വയർ എക്സ് എന്ന് വരും. പ്ലസ് അടുത്ത ടൈം വെച്ചാൽ ടാൻ എക്സ് ആണ്. ടാനെ മാറ്റി എങ്ങനെ എഴുതാം, നമുക്ക് sin x/cos എക്സ് എന്ന് എഴുതാൻ പറ്റും. നിങ്ങളൊന്ന് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, മുകളിൽ നിന്നും എന്ത് ചെയ്യുക, ഒരു കോസ് എക്സ് കോമൺ എടുത്തിട്ട് താഴെ നിന്നും ഇടുന്ന ഒരു കോസ് എക്സ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ആൻസർ എക്സ് പ്ലസ് sin x ഇൻറ്റു cos x ബൈ cos സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അടുത്തതായിട്ട് 98ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈനൽ ഡെറിവേറ്റീവ് ഓഫ് 2x⁴ + 1 ആണ്. ഡെറിവേറ്റീവ് എടുക്കുക. നമ്മൾ ഡയറക്റ്റ് എടുത്ത് പോയാൽ ഇക്വേഷൻ ഒന്നും വേണ്ട. ഫസ്റ്റ് ഇതാ 2 ഇൻറ്റു x⁴ ഡെറിവേറ്റീവ് എന്താണെന്ന് വെച്ചാൽ 4x³ ആണ്. പ്ലസ് ലാസ്റ്റ് ഉള്ളത് എക്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എന്ന് കിട്ടും. സോ ഒന്ന് ഗുണിക്കുകയാണെങ്കിൽ 8x³ + 1 എന്ന് കിട്ടും. 8x³ + 1 ആയിരിക്കും ആൻസർ.